നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പ്രകാരം നമ്മുടെ പ്രോഗ്രാം ഞാൻ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ ഇടാണ്. ജീവിതത്തിലത്തെ കുറെ കുറവുകൾ, അറിവില്ലായ്മ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്കേ ഉള്ളൂ. 100% ഈ വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇനിയും മാറാനുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയുള്ളവർക്ക് കൂടെ നമുക്ക് ഒന്ന് സഹകരിച്ചാൽ നമ്മുടെ ലൈഫ് ഒന്നുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇവിടെ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ പല വിശ്വാസങ്ങള്, പല സാഹചര്യങ്ങളും ഒക്കെയാണ് കാരണങ്ങള്. നമ്മുടെ തോന്നലുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ജനിച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായി, എൻ്റെ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായി. അപ്പൊ ഇതെന്താണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ തലയ്ക്കിടാണ്. അപ്പൊ ഞാനല്ല പ്രശ്നക്കാരൻ. അവര് കാരണം കൊണ്ടാണ് എനിക്ക് ഉണ്ടായത്. ഇത് ഉറപ്പായിട്ടും തുടക്കത്തിൽ കേൾക്കുന്ന സമയത്ത് എനിക്കും അത് വലിയൊരു വിഷമായിരുന്നു. ഞാനെങ്ങനെയാ കാരണക്കാരനായി മാറുന്നത്? അവരല്ലേ പ്രശ്നക്കാര്. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എന്താ കാര്യം വെച്ചാൽ, അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചർച്ച നമ്മൾ ആരോടാ ചെയ്യാ? നമ്മുടെ വേണ്ടപ്പെട്ടവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, പലരോടും നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഒരു ഭാര്യ അവളുടെ ഫ്രണ്ട്സിനോട് പറയാണ്. അപ്പൊ ആ ഫ്രണ്ട്സ് എന്താ പറയാ? ആ വെറുതെ അല്ലടി, അവൻ അല്ലെങ്കിലും മൃഗത്തിന്റെ ഒരു ജീവിതാ. ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത്. ടീച്ചർമാർ എപ്പോഴും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തികൾ ഗവൺമെന്റുകാർ ഇങ്ങനെയാണ്. ഇപ്പോഴും നമ്മൾ ഈ ഒരു കാരണം പറഞ്ഞിട്ട് അതീന്ന് ഊരിടുക. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് ഒന്നുകൂടെ അതിന് തീ വെക്കുന്ന പോലെയാണ് അവരുടെ ഡയലോഗുകൾ. യഥാർത്ഥത്തിൽ അതീന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം കിട്ടാറില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന പല മാനസിക സിറ്റുവേഷനുകളും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിക്കണം. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് തന്നെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പൊ കൊച്ചു കുട്ടികൾ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലുണ്ടായിട്ട് നമുക്കും ഈ ചെറുപ്പക്കാലം ഉണ്ടായി ഇല്ലേ? അപ്പൊ ഈ ചെറുപ്പക്കാലത്ത് എന്താ ഉണ്ടാവണ വെച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു കസാരയോ ഒരു ടേബിളോ എന്തെങ്കിലും ഈ കുഞ്ഞ് ഓടി നടക്കുന്ന വഴിക്ക് ഉണ്ടായി ആ കുട്ടിക്ക് അതുമ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? അയ്യോ, ആ ടേബിള് വഴിക്ക് വന്നു അല്ലേ, അതിന് അടി അടി, ടേബിളുമേ അടി, അപ്പൊ കസാരമേ അടി. അപ്പൊ എന്താണ് ഈ കുഞ്ഞ് ചെറുപ്പം മുതൽ പഠിക്കുന്നത്? ആ സ്ഥാനത്ത് മോനെ അത് ഇങ്ങനെ പോവായിരുന്നു, ഇങ്ങനെ പോവായിരുന്നു, എന്ത് ചെയ്യാനാ, പാവം ടേബിളല്ലേ. അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എന്താണ് പറയുന്നത്? അത് ആശ്വാസം കേൾക്കുമ്പോ ഒരു പക്ഷെ ആ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആവാണ്. പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിൽ വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ അല്ല പ്രശ്നക്കാരൻ, എന്റെ വഴിയിൽ വന്ന ഈ ടേബിൾ ആണ് പ്രശ്നക്കാരൻ. ഈ സിനിമയിലൊക്കെ കണ്ട പോലെ കള്ളും കുടിച്ചിട്ട് വഴിക്ക് ആരാടെ ലൈറ്റ് പോസ്റ്റ് വെച്ചിരിക്കുന്നൊക്കെ ചോദിക്കുന്ന പ്രകാരമായി. അപ്പൊ എന്താ കാര്യം വെച്ചാൽ, പതുക്കെ 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 ഈ സ്വഭാവം കുട്ടികള് മാതാപിതാക്കളോടും എടുക്കാൻ തുടങ്ങും. അവരൊരു സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ സാധനം നമ്മൾ നൽകിയില്ലെങ്കിൽ അവര് അത് അരിശം വഴിക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങും. കാരണം അവർക്കറിയാം ഇതിന്റെ എന്റെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ എന്റെ സന്തോഷത്തിൽ തടസ്സമായി നിൽക്കുന്നത് ഇവരാണ്. അപ്പൊ ഉറപ്പായിട്ട് അവർ ചൂടാവേ, കരച്ചൽ, ബഹളം അങ്ങനെ പറ. കാരണം നമ്മൾ ഇതൊക്കെ ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങളാണ്. യഥാർത്ഥത്തില് ഏതൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നാലും അതീന്ന് ഊരിയെടുക്കാനും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇതുണ്ട്. ഇപ്പൊ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ റൂം വൃത്തിയല്ല എന്ന് തന്നെ വെച്ചോ. അവരെ വഴക്ക് പറയണ പകരം നീ ഏത് നേരം ഇങ്ങനെയാണ്, നീ ഏത് നേരം മുറിയിലിരിക്കണം, നീ എന്ത്, അത് ഈ മോശമായ വാക്കുകൾ പറയും തോറും സൈക്കോളജിക്കലി ആ മക്കൾക്ക് ഡിപ്രഷൻ കൂടുതൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മനസ്സിൽ എന്താ പറയുന്നത്? ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, അമ്മയ്ക്ക് ഞാൻ എന്തിനും കൊള്ളാത്തവൻ, അച്ഛന് ഞാൻ എന്തിനും കൊള്ളാത്തവൻ, എന്നും ഇങ്ങനെ കേട്ട് 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 ലാസ്റ്റ് എന്താണ്, വെറുപ്പും വിദ്വേഷം അവർക്ക് വരാണ്. യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ച വസ്തു പോലും അവർ ചെയ്യില്ല. ഞാൻ ഒരു വാക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആ അത് ചെയ്യണം, റൂം വൃത്തിയാക്കണം, അമ്മ പറയുന്നത് ശരിയാണല്ല. പക്ഷെ വീണ്ടും 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 മോശമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വെറുപ്പ് വരുമ്പോൾ ഇത് ഇനി ഞാൻ ഇത് ചെയ്യില്ല, അങ്ങനത്തെ ഒരു വാശിക്ക് നമ്മൾ കടന്നു വരുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു തോൽവിക്കുള്ള ഒരു ഇതായി മാറാണ്. പലപ്പോഴും ചിന്തിക്കുക, മോശമായ മാർക്ക് ലിസ്റ്റ് ഒക്കെ വന്നു. ഉറപ്പായിട്ടും മക്കളോട് പറയാം, മക്കളെ ഓരോ മക്കൾക്ക് ഓരോ കഴിവുണ്ട്. ചില മക്കൾക്ക് 100-ൽ 100, ചിലർക്ക് 30 വിഷയിലാണ്.
ഓരോ മക്കൾക്ക് വേറെ ക്വാളിറ്റിയാണോ, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത വ്യക്തികളാണ്. കാരണം നിങ്ങളുടെ കഴിവ് എനിക്കില്ല, എൻ്റെ കഴിവ് നിങ്ങൾക്കില്ല, പക്ഷെ നമ്മുടെ കഴിവ് വേറെ ആൾക്കാർക്കില്ല, പക്ഷെ അവരെ കഴിവ് നമുക്കില്ല. ഓരോ വ്യക്തി ഈ ഭൂമിയിൽ സ്പെഷ്യലാണ്. അപ്പൊ അത് മനസ്സിലാക്കാം. അപ്പൊ ആ കുറവ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിഷയമില്ല മക്കളെ, നമുക്കത് വീണ്ടും ഒന്ന് ശ്രമിക്കാം. എവിടെയായിരിക്കും പ്രശ്നം? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അമ്മേനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാഡിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് അങ്ങനെ സാവധാനം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ധൈര്യം വരും വീട്ടിലേക്ക്. പലപ്പോഴും മക്കൾ എന്താ ചെയ്യുക, മാർക്ക് ലിസ്റ്റ് കിട്ടിയാൽ പോലും വീട്ടിൽ അത് കാണിക്കാണ്ട് ഒളിച്ചിരിക്കും. പക്ഷെ അമ്മയ്ക്ക് അറിയാം ഈ മാർക്ക് ലിസ്റ്റ് കിട്ടിയ കാരണം കൊണ്ടാണ്, വന്ന വഴിക്ക് തന്നെ മൂടി പുതച്ച് മോനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു വിഷയം അവിടെ വന്നിട്ടുണ്ട്. എന്താടാ പരീക്ഷ പേപ്പർ കിട്ടിയോന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കിടന്ന് ഉരുളും. പക്ഷെ ഡാഡിക്ക് കാണിക്കട്ടെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സ് ആകെ ചാവാണ്. പക്ഷെ ആ സ്ഥാനത്ത് അവന് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് കുറവുകൾ വന്നാൽ പോലും എന്നെ സ്വീകരിക്കുന്ന പേരൻസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവൻ യഥാർത്ഥത്തില് നമ്മളോട് ഉള്ള റിയാലിറ്റികൾ പറഞ്ഞിട്ട് നമ്മളോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേരൻസ് നമ്മളെ എപ്പോഴും പോസിറ്റീവ് ആവും. നമ്മള് ഓൾറെഡി അനുഭവിച്ചു. പക്ഷെ നമ്മുടെ പോലെ അനുഭവങ്ങൾ നമ്മുടെ ഇനി വരാൻ പോണ തലമുറയിലേക്ക് വരരുത്. ഒരു കാരണവശാലും അവരോട് പറയരുത്, നീ ഒന്നിനും കൊള്ളാത്തവളാണ്, നീ ഒന്നിനും കൊള്ളാത്തവൻ, നീ ഇരിക്കലെയാണ്, നീ ഇതാണ്, നീ എന്താണ്, ചിലര് പറയാറുണ്ട് നിനക്ക് പകരം ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വളരെ മോശമാണ് കേട്ടാ. ഓരോ ആത്മാവിന് അതിൻ്റെതായ വിലയുണ്ട്. എവ്രിബഡി ലവ്സ് അപ്രീഷിയേഷൻ. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ പോലും അങ്ങനെയല്ല, നമുക്കും അപ്രീസിയേഷൻ ആവശ്യമില്ല. നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുന്നുണ്ട്, ഉറപ്പായിട്ടും എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ നമ്മളെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും, വിഷയിലാണ്. എന്നാൽ പോലും എന്താണ് ഓക്കെ, അത് അവന്റെ കഴിവാണ്, അവൻ അത്രയ്ക്ക് മേടിച്ചു. പക്ഷെ അതും വിചാരിച്ച് നീ മോശമല്ല ട്ടാ, നീ ഒന്ന് ശ്രമിക്കേ. ഓഫ് കോഴ്സ് വി ക്യാൻ ഡു ബെറ്റർ. ആ സത്യം പറഞ്ഞ 50 മാർക്ക് മാത്രം കിട്ടുന്ന ആൾക്കാർ അത് 70-80ലേക്ക് താനെ അവർ വരാണ്. അപ്പൊ ഓരോ വ്യക്തികളും ഇങ്ങനെയാണ്. ഒരിക്കലും നമ്മൾ തന്നെ നമ്മുടെ ശത്രുവായി മാറാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, ഈ വെറുപ്പ്, വിദ്വേഷം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലൈഫിൽ റിസ്ക് എടുക്കാത്തത്, നമ്മൾ മുന്നോട്ട് പോവാത്തത്. നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുക, ഓ എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് ഇത് പഠിക്കാൻ സാധിക്കില്ല. അത് മുന്നേ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്, എനിക്ക് ആ ജോലി പറ്റില്ല, എനിക്ക് ഇത് പറ്റില്ല, എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റില്ല. ഈ പറ്റൂല എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? നമ്മുടെ ആ ചെറുപ്പം മുതലുള്ള ആ പരിഹാസവും പുച്ഛവും മറ്റുള്ളവരായിട്ടുള്ള കമ്പാരിസണും കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മുടെ വിഷയങ്ങൾ വരുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് നമ്മുടെ ടോളറൻസ് പവർ, നമ്മുടെ സഹനശക്തിനെ നമുക്ക് കൂട്ടി 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 പതുക്കെ കൊണ്ടുവരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാം, ഞാൻ വളരെ നല്ലൊരു വ്യക്തി തന്നെയാണ്, 101%. കാരണം ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. എന്താ കാര്യം വെച്ചാൽ അറിയാതെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് പിന്നെ അരിശം ഇരട്ടിയാവാണ് ചെയ്യുന്നത്, 10 ഇരട്ടിയാവാണ് ചെയ്യുന്നത്. അത്രയ്ക്കുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ സകല കാര്യത്തിൽ തോൽക്കുന്ന ആരാണ്? എന്റെ അരിശം, എന്റെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഞാൻ സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഒന്നും നഷ്ടം വന്നിട്ടില്ല. കാരണം അരിശം വരുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് വികാരം വരുന്ന സമയത്തോ മറ്റുള്ളവർക്കല്ല, എന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. സമാധാനം നഷ്ടപ്പെടുമ്പോൾ എന്റെ ഉറക്കവും പോയി, എല്ലാം പോയി. എന്റെ പെർഫോമൻസിൽ തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എക്സാമ്പിൾ, നമ്മൾ വളരെ സന്തോഷത്തിലാണെന്ന് വിചാരിച്ചോളൂ. ഈ സന്തോഷത്തിൽ നമ്മൾ പുറമേന്ന് വന്നു, ജോലി കഴിഞ്ഞ് വരാണ്. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവിടുന്ന് ജോലിയിൽ നിന്ന് നല്ല പ്രമോഷൻ കിട്ടി. വരണ വഴിക്ക് ചെറിയൊരു ലോട്ടറി കിട്ടി. വലിയ തുകയില്ലെങ്കിൽ പോലും ഏകദേശം 1,00,000 അല്ലെങ്കിൽ 10,00,000 എന്തെങ്കിലും നമുക്ക് കിട്ടി. എന്നിട്ട് അതായിട്ട് നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ആ സ്ഥിരം വരുന്ന വീട്ടിലത്തെ സാഹചര്യങ്ങൾ പഴയ പോലെ തന്നെ വഴക്കും വക്കാണും തിക്കും തിരക്കും ചൂടായിട്ട് നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യോ? നമ്മൾ പറയാം, ഏയ് അത് വിഷയമില്ല, അത് സാരില്ല, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാ, ഇങ്ങോട്ട് വാ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. അതാണ് റിയാലിറ്റി. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ മാനസിക സന്തോഷമാണ് നമ്മുടെ പെരുമാറ്റത്തിന്റെ ഏറ്റവും വലിയൊരു രഹസ്യം. അപ്പൊ ആ സന്തോഷത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളാണ്. അപ്പൊ ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു സാഹചര്യമോ ഒരു വ്യക്തിയോ മാറൂല. വ്യക്തമായിട്ട് ഞാൻ വീണ്ടും പറയാണ്,
നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ മക്കളോ നമ്മുടെ മാതാപിതാക്കളോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ആരും നമ്മുടെ പ്രകാരം മാറൂല. സാഹചര്യങ്ങൾ മാറൂല. അപ്പൊ എന്താണ് സാഹചര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ എക്സാക്ട്ലി ഡിഫറൻസിൽ തന്നെയാണ് വരാം. പക്ഷെ അത് സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അത് ഈവൻ ബിസിനസ് മേഖലയാണെങ്കിലും എവിടെയാണെങ്കിലും. ഇപ്പൊ ഒരു ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ തവണ ട്രെയിനിൽ എന്നോട് പറയണ, സാറേ ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, വലിയ തലവേദനയാണ് സാറേ, ഞാൻ എങ്ങനെ മടുത്തു പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇല്ലടോ, അത് മടുക്കേണ്ട വിഷയം വരുന്നതാണ്. യു ആർ ഓൾവേസ് ഹാപ്പി, അത്രയ്ക്കേ ഉള്ളൂ. ആ വരണോൻ അവന്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ്. അത് ഞാൻ എന്ന് മനസ്സിലാക്കണോ അന്ന് എനിക്ക് ഭംഗിയായിട്ട് അവരോട് ഡീൽ ചെയ്യാൻ പറ്റും. എന്നിട്ടും അവര് റാഷായിട്ട് പെരുമാറും. പക്ഷെ അവൻ ഒന്നല്ല, ഒരുപാട് തവണ വീണ്ടും വീണ്ടും മോശമായി പെരുമാറിയാലും ഞാൻ എപ്പോൾ പോസിറ്റീവ് ആവണോ അന്ന് മുതൽ നമുക്ക് അത് യഥാർത്ഥത്തിൽ ആ മുന്നോട്ട് വരുന്ന വ്യക്തി, ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് വിചാരിക്കും ഇത് ഒറ്റയടിക്ക് പറ്റുന്നതാണോ? ഇല്ല കേട്ടോ. ഏകദേശം 10-20 വർഷം എന്നെ സംബന്ധിച്ച് എനിക്ക് പിടിച്ചിട്ടുണ്ട്. ചിലർക്ക് അത് വേഗം സാധിക്കുന്നവരുണ്ട്, ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. നമ്മൾ പലരും വിചാരിക്കും ചില വ്യക്തികൾ ആത്മീയതയിലേക്ക് കടക്കുന്ന സമയത്ത് ആത്മീയ വസ്ത്രം ഉപയോഗിച്ചിരിക്കുന്ന പല പുരോഹിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ അവർക്കും ഈ അരിശം, വെറുപ്പും വിദ്വേഷം എല്ലാം ഉണ്ട്. എന്താ കാര്യം വെച്ചാൽ ഒരു മതത്തിലുള്ള വലിയ വ്യക്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠിച്ചുകൊണ്ടോ മാത്രം ഒരാൾക്ക് സമ്പൂർണ്ണമായിട്ട് സ്പിരിച്വൽ ആവാൻ പറ്റില്ല. സ്പിരിച്വാലിറ്റി എന്താണ്? അത് എല്ലാ റിലീജിയനും കോമൺ ആണ്. അതെന്താണ്? വളരെ സിമ്പിൾ ആണ്. ഞാൻ ശാന്തമാണ്. ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ ശാന്തമാണ്. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് ഒരിക്കലും ഞാൻ റിയാക്ട് ചെയ്യില്ല. ആ സ്ഥാനത്ത് അതിന്റെ സൊല്യൂഷൻ കാണുകയാണ് ചെയ്യുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഞാൻ അധികം പറയാതെ ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇടുന്നതാണ്. അപ്പൊ എപ്പിസോഡ് 2 വേണ്ടിയിട്ട് കാത്തിരിക്കുക. 100% ഞാൻ ഒന്ന് മാത്രമേ പറയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പക്ഷെ പല ആൾക്കാർ പറയും ഇന്ന ഈ വചനം ഇത്ര തവണ വായിക്കൂ, അല്ലെങ്കിൽ ഇത് ഇത്ര അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് വായിക്കണോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ ഇത്ര തവണ പോകും, പ്രദക്ഷിണം ഇത്ര ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ്, ചടങ്ങുകൾ കാര്യങ്ങൾ. മാഷെ അതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, പറയുന്നതൊക്കെ കറക്റ്റ് ആണ്. അത് ഒന്നുകൂടെ സിമ്പിളായി വന്നാലല്ലേ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ സിംപ്ലിസിറ്റിയാണ് നമുക്ക് ആവശ്യം. അത് വലിയ രൂപത്തിൽ പറഞ്ഞാൽ ഇതിന്റെ ഒറ്റ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. പണ്ട് ഒരു പാവം പയ്യനാണെന്നു ഒരു കുഗ്രാമത്തില് അവൻ ആടിനെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ മുകളിൽ മലേന്റെ മണ്ടയിൽ പോയി ഇങ്ങനെ ഇരിക്കും. അവന് ദൈവത്തിനോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കഥകൾ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കും. ദൈവത്തിനും അവനോട് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായെച്ചാൽ അവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വഴിക്ക് ഒരു സന്യാസി വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ ആരോടാ സംസാരിക്കുന്നത്? ഏയ് ഞാൻ ദൈവത്തിനോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. ഞാൻ ചില മന്ത്രങ്ങള് ചില വാക്കുകൾ പഠിപ്പിക്കാം, നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി യഥാർത്ഥത്തില് ആ ദൈവത്തിന്റെ ആ കഴിവ് അവന് നഷ്ടപ്പെടാണ് ചെയ്തത്. എന്താ കാര്യം വെച്ചാൽ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടം നിങ്ങളുടെ പേഴ്സണൽ വാക്കുകളാണ്. നിങ്ങൾ പച്ചയില് പരാമർശ നമ്മളൊക്കെ മാതാപിതാക്കളല്ലേ? നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ആഗ്രഹിക്കോ അവൻ മുട്ടിലൊക്കെ നിരങ്ങിയിട്ട് എനിക്ക് ഡാഡി എനിക്ക് ഒരു ഐസ്ക്രീം തിന്നാൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വീടിന്റെ ചുറ്റും മുട്ടുമേഴിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടോ? അയ്യോ മക്കളെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല കേട്ടോ. നമ്മൾ എന്താ ചെയ്യാ? നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ നമ്മളത് അവർക്ക് ചെയ്തു കൊടുക്കൂല്ലേ? അപ്പൊ ഈ ദൈവത്തിന്റെ മക്കളല്ലേ മാഷ നമ്മളെല്ലാവരും. അപ്പൊ ആ ദൈവം അത്രയ്ക്ക് ദുഷ്ടനാണോ? നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ചെയ്യിക്കോ? അപ്പൊ ഇത്രയ്ക്ക് മാത്രം മനസ്സിലാക്കാം. ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ പോവാണ്. ലൈഫ് സിമ്പിൾ ആണ് കേട്ടോ. ദൈവം കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറയാനൊക്കെ. ഇനി ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഒന്ന് മാത്രം മനസ്സിലാക്കാം. ഈ ഭൂമിയിൽ എല്ലാവരും യാചിക്കുന്നവരാണ്. എന്നെ സ്നേഹിക്കൂ, എന്നെ മനസ്സിലാക്കൂ, എന്നെ കേൾക്കൂ, ഇത് പറയണ വ്യക്തികളാ. അതിനുള്ള ക്ഷമ, അവരെ കേൾക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ എപ്പോഴാണ് നമുക്ക് സാധിക്കുക? ഞാൻ സമ്പൂർണ്ണനാണെങ്കിൽ. അപ്പൊ ആ സമ്പൂർണ്ണത്തിലേക്ക് എത്താനുള്ള ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് ഈ ആദ്യത്തെ എപ്പിസോഡിന്റെ ഒരു ഭാഗം ഞാൻ തീർക്കാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.